വസന്തവും ഗ്രീഷ്മവും ശിശിരവും വന്നു പോകുന്നതറിയാതെ പ്രേമ തപസ്വിനി നീ നിൽക്കൂ ശിവപ്രിയ നഗരത്തിൽ. നീ എവിടെയാ പോയത്? അവൾ ഇവിടെ ഉണ്ട്. ശ്യാമള, ഞാൻ കണ്ടു. അതുകൊണ്ടോനെ കുഞ്ഞിരാമ, ലോകാധിനായികേ, സർവേശ്വരി, നിത്യാനന്ദഗിരി, വരാഭയഗിരി, സൗന്ദര്യരത്നാകരി. വീടിന്റെ 4 മൂലയിലും 6 ഇഞ്ച് താഴ്ചയിൽ ഇതോരോന്ന് കുഴിച്ചിടുക. ധന്യോഹം. സ്വസ്തി സ്വസ്തി സ്വസ്തി. ഇത് മതിയാവൂലോ അല്ലേ? തൽക്കാലം ഒരു ശാന്തി, അത്രേ ഉള്ളൂ. ദുർമരണം സംഭവിച്ച പ്രേതാണല്ലോ. ഇനി വീടിന്റെ ഉള്ളിലേക്ക് കയറില്ല. മുറ്റത്തും തൊടിയിലും ഒക്കെ ആളുണ്ടാവും. അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ പുറത്തോട്ട് അധികം ഇറങ്ങണ്ട ആരും. കുഞ്ഞിരാമ, അധികം താഴരുത്. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. വിവാഹബന്ധം ഒഴിയാൻ ആ കുട്ടി ഒട്ടും സമ്മതിക്കണില്ല അല്ലേ? കരഞ്ഞു പറഞ്ഞു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി, കേക്കണ്ടേ? ഒരു വഴിയുണ്ട്. ഇത്തിരി കടുപ്പാണ്. എന്നാലും മറ്റ് നിർവാഹം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? എന്താ? മാലിനിക്കുട്ടി മരിച്ചു എന്നങ്ങട്ട് സങ്കല്പിക്കുക. അതുകൊണ്ടെന്താ കാര്യം? എന്നുവെച്ചാ മരിച്ച പോലെ കാണുക, പൊല കുളിക്കുക, പിണ്ടം വെക്കുക, ഉദയക്രിയകൾ ചെയ്യുക എന്ന് വേണ്ട. മരിച്ചുപോയ ആത്മാവിന് വേണ്ടി ചെയ്യാവുന്ന എന്താന്ന് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് ചെയ്യുക. ആ കുട്ടി പിന്നെ ഇവിടെ കഴിഞ്ഞുകൂടിയേ പോവുകയെ എന്തായാലും ഒരു കുഴപ്പമില്ല. പെരിങ്ങോട്ടുകര തിരുമേനി പറഞ്ഞു തന്ന ഒരു ഉപായ. എന്ത് ദുഷ്ടത്തരാ എന്റെ പണിക്കരെ! ആ കുട്ടി ജീവിച്ചിരിക്കുമ്പോ മരിച്ചു എന്ന് പറഞ്ഞ് ഇരിക്കപ്പിണ്ടം നടത്തേ. താൻ എന്റെ കാര്യം നോക്കൊള്ളണം. ആ ഇളയതിനോടൊന്ന് വരാൻ പറയാ. എന്തായാലും അത് ഉടനെ നടത്തണം. എന്താ ഇവിടെ? കുട്ടി, വീട്ടിലേക്ക് പോയിക്കൂടെ? ഇരിക്കപ്പിണ്ടം വെക്കാനാ പോണേ. എന്നുവെച്ചാ? കുട്ടി മരിച്ചു പോയെന്ന് സങ്കല്പിച്ച് ശേഷക്രിയകൾ നടത്തുക. മരിച്ചതിന് തുല്യ അത്രയാ അത്.
ഫാക്ടറിക്കാരൻ അയാൾ വന്നു. ഇന്ന് രാവിലെയാണ് അത്ര എത്തിയത്. അതിനെന്താ, ഞാൻ ഈ നാട് വിട്ടു പോണോ? അവളുടെ അമ്മയുടെ സ്ഥാനത്താണ് നീ ഇവിടെ ഉള്ളത്. അവൾക്കൊരു തെറ്റ് പറ്റിയാൽ അത് തിരുത്തി കൊടുക്കേണ്ട ചുമതല നിനക്കുണ്ടായിരുന്നു. അത് നീ ചെയ്തോ? ഞാൻ പറഞ്ഞതാ, അച്ഛനോടും പറഞ്ഞു. അവസാനമായപ്പോ അവൾക്ക് ഈ ബന്ധം താല്പര്യമായിരുന്നു. ഒരു തെണ്ടി ചെറുക്കനോടാണ് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നടത്തി കൊടുക്കുമായിരുന്നു. പുത്തൻപുറക്കാർ നിർബന്ധിച്ചാൽ പറ്റില്ല എന്ന് പറയാൻ നാവ് വഴങ്ങില്ല. ഓ, പഴയ ഉപ്പും ചോറിന്റെയും രുചിയല്ലേ? അത് അച്ഛനും മുത്തച്ഛനും കാണിച്ചാൽ മതി. ഞങ്ങൾക്കതില്ല. അതിന്റെ പേരിൽ അവളുടെ ലൈഫാണ് അച്ഛൻ സ്പോയിലാക്കിയത്. സംഭവിച്ചു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മാപ്പി ചോദിക്കാം. തെറ്റ് പറ്റിപ്പോയി. അച്ഛൻ അറിയൂ എന്തൊക്കെ ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നതെന്ന്. എന്റെ ശ്രീകുട്ടിയെ കാണാൻ പോലും ഞാൻ കൊതിച്ചില്ല. പക്ഷേ എന്റെ മാലു ഒരു ഭാര്യയായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ എന്റെ പെട്ടി നിറച്ച് അവൾക്കും ഭർത്താവിനുമുള്ള സമ്മാനങ്ങളാണ്. ഇവിടെ വന്ന് കയറുമ്പോ എന്റെ ശ്രീകുട്ടിയേക്കാൾ മുമ്പിൽ അവൾ ഉണ്ടാകുമെന്നാണ് കരുതിയത്. അതുപോട്ടെ, അവൾ അവിടെ കിടന്ന് നരയിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അച്ഛനത് എങ്ങനെ സഹിച്ചു? ഒരു ദേഷ്യത്തിനെല്ലാം തകർത്തെറിഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോരാൻ എളുപ്പമാണ്. എന്നിട്ടോ? എനിക്കവനെ കാണണം, ആ പട്ടിയെ. മോതിരവിരലിൽ ഈ പവിത്രം ധരിക്കുക. മനസ്സിൽ നല്ലോണം വിചാരിക്കുക. ജന്മപിണ്ഡമാണ്. മാലിനി എന്ന് പേര്. ഭാര്യ. തിരുവാതിര നക്ഷത്രം. കൈ നീട്ടു. സോമേട്ടന്റെ എല്ലാ പ്രതീക്ഷകളെയും നീ തെറ്റിച്ചു കളഞ്ഞല്ലോ മോളെ. സാരമില്ല, നിനക്ക് ഏട്ടനുണ്ട് കുട്ടി. നമുക്ക് വീട്ടിലേക്ക് പോവാം. അതിനു മുമ്പ് എവിടെ നിന്റെ പ്രിയപ്പെട്ടവൻ? ശേഷക്രിയ ചെയ്യണം. ആരുടെ? എന്റെ ഇരിക്കപ്പിണ്ടത്തിന്. ജീവിച്ചിരിക്കാൻ എന്റെ പെങ്ങൾക്ക് ശേഷക്രിയ ചെയ്യണം. അല്ലേ അമ്മായി? എന്താ ഇത്? സോമ, എന്താ ഇത്? സോമ, അയ്യോ, അയ്യോ സോമ, മാറടി, നീ മരിച്ചുപോയി. അവന് നിന്റെ പരിഹരണം വേണ്ട. എന്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോകണം. സോമ, ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ പുത്തമ്പരക്കിൽ അപ്പൂട്ടുന്നവരല്ല. ഞാൻ ഇവിടെ തന്നെ കുറച്ചു നാളൂടെ കാണും. നിങ്ങൾ പുത്തമ്പരക്കിൽ അപ്പൂട്ടുന്നവരാണോ അല്ലയോ നമുക്ക് നോക്കാം. വാ.